ആസ് എ ഗേൾ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്കോ എനിക്കെന്താ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് തീരെ ഷെയർ ചെയ്യില്ല. പക്ഷെ ഇന്നെന്തോ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അമ്പലത്തിൽ പോയ സമയത്ത് ഇങ്ങനെ തിരക്കിനിടയിൽ ഏതോ ഒരയാൾ ഗ്രാബ്ഡ് മൈ ആസ് ആൻഡ് അന്നേരം എനിക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് ഞാൻ ഷോക്കായിപ്പോയി. പിന്നെ അയാളെ മുഖവും കണ്ടിട്ടില്ല. പക്ഷെ അതെൻ്റെ മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേ നിന്ന് ലൈക്ക് ഈ വൃത്തിയിട്ടൊരു ഫീല്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞു എന്നിട്ട് ദ വൺ പേഴ്സൺ ഐ സെഡ് ദിസ് ടു സെഡ് ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ഐ വോക്ക്ഡ് ഇൻ എ ക്രൗഡഡ് പ്ലേസ്. ഞാൻ വെച്ചാൽ എനിക്ക് വലിയ സീനൊന്നും ഇല്ലാന്ന് ഞാൻ അന്നേരം ഞാൻ ലൈക്ക് അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചെറൻ്റെ അടുത്ത് പോയിരുന്ന സമയത്ത് ഒരു ഏച്ചി ഉണ്ടായിരുന്നു അവിടെ. അല്ല ലൈക്ക് 2 ഏച്ചിമാരും ഒരേട്ടനും. അപ്പോൾ വേറൊരേട്ടൻ വന്ന് ഈ ഏച്ചിനോട് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ആ കുട്ടീനെ കണ്ടോ, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന്. ഇവളെന്താക്കി വെച്ചാൽ ഒച്ചത്തിൽ എൻ്റെ വീഡിയോ ആടുന്ന് പ്ലേ ചെയ്ത് ചുറ്റും ആൾക്കാരുണ്ട്. ലൈക്ക് ഇഫ് യു ആർ എ കോണ്ടന്റ് ക്രിയേറ്റർ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്ക് കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ട് എടുത്തിട്ടില്ല. അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. എന്നിട്ട് വെച്ചത് മാത്രമാണ് കുഴപ്പമില്ല. ലൈക്ക് ഇവർക്ക് കാണാനുള്ള പൂതി കൊണ്ടാണെങ്കിൽ സ്പീക്കറിൽ ഒച്ച കുറച്ചിട്ട് വെക്കാം. ഇത് ഫുൾ സ്പീഡിൽ ഞാൻ അവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അത് മാത്രമാണ് കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ഒരു ഉളുപ്പില്ലാണ്ട് ഇരുന്ന് ചിരിച്ചിട്ട് വല്ലാത്തൊരു ടോണിൽ ഇങ്ങനെ പറയാണ്, ഇതിനെ ഞാൻ ഇതുവരെ കണ്ടിക്കില്ലല്ലോ എടി, ഇതേതാണ് അങ്ങനൊക്കെ ലൈക്ക് ചിരിച്ചോണ്ട് ലൈക്ക് ഇറ്റ് വാസ്. അത് കേട്ടാലേ മനസ്സിലാവും ഒരുമാതിരി വൃത്തിയിട്ട ടോണില്. വലിയ കാര്യമൊന്നും അല്ലാത്ത, പക്ഷെ ഇറ്റ് ഇസ് അത് ഒരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഡീസൻസി ഉള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല. മറ്റേ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അമ്പലത്തിൽ പാവടയും ബ്ലൗസൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കുട്ടീനെ കണ്ടിട്ട് ഹൗ കെൻ സമ്മൺ തിങ്ക് അബൌട്ട് ഗ്രാബിങ് സംതിങ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദാറ്റ് മേക്സ് മീ ഡൗട്ട് ദൈവം. ബൈ ദ വേ വേണമെങ്കിൽ അത് ആക്സിഡൻ്റാന്ന് പറയാം. പക്ഷേ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ അത് റീപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്. ഇങ്ങനെ തട്ടിപ്പോയതൊന്നല്ല. എന്ത് തരത്തിലുള്ള ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാലും ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യില്ല. പക്ഷെ ഇതെന്തോ എനിക്ക് പറയണമെന്ന് തോന്നി.